വഖഫ് നിയമത്തിനെതിരെ ബംഗാളിൽ വൻ പ്രതിഷേധം. മുർഷിദാബാദിൽ പ്രതിഷേധത്തിനിടെ നടന്ന അക്രമത്തിൽ 3 പേർ മരിച്ചു. 100-ലധികം പേർ അറസ്റ്റിലായി. മുർഷിദാബാദ് ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചതായും പോലീസ് അറിയിച്ചു. गाड़ी ले चो भाई, गाड़ी ले और मत भाई, नौकर ले चो। हाँ वही ज्यादा मत। വിവരങ്ങളുമായി അഫ്സാന ചേരുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഇത്രത്തോളം അക്രമാസക്തമായത് എങ്ങനെയാണ്? ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്? ഗണേഷ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വ്യക്തമാണ്, പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ആ സംഘർഷത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്, നിരവധി പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 118 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഇന്നലെയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ജനങ്ങൾ പശ്ചിമ ബംഗാളിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഈ പ്രതിഷേധം വന്നിട്ട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. നിലവിൽ 3 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ അത് വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മുർഷിദാബാദിലാണ്, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മുർഷിദാബാദിലാണ് സംഘർഷം കൂടുതലായി നടന്നിരിക്കുന്നത്. മാത്രമല്ല പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പകാർനാസ്, ഹുഗ്ലി എന്നിവിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത് മുർഷിദാബാദിലാണ്. പോലീസ് സേന ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവാദ ബില്ലായ ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയതിന് പിന്നാലെ തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിരുന്നു ഈ നിയമം ഒരിക്കലും സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന്. എന്നിട്ടും എന്തിനാണ് കലാപകാരികൾ ഇറങ്ങുന്നത്, ഈ പ്രദേശത്ത് ഇങ്ങനെ കലാപം ഉണ്ടാക്കുന്നത് എന്ന് മമതാ ബാനർജി തന്നെ എക്സിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരെയും അതുപോലെ കലാപം ഉണ്ടാക്കുന്നവർക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മമതാ ബാനർജി അറിയിക്കുന്നത്. എന്തു വന്നാലും സംസ്ഥാനത്ത് ഈ വിവാദ ബില്ല് ഒരിക്കലും നടപ്പാക്കില്ലെന്നും മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. നിരോധനാജ്ഞ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷത്തിന് പിന്നാലെ BJP അടക്കം മമതാ ബാനർജി സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. കലാപകാരികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മമതാ ബാനർജി സ്വീകരിക്കുന്നത് എന്നടക്കമാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ഈ സംഘർഷം ഉണ്ടാക്കിയത് പ്രതിഷേധം നടത്തിയവരാണോ അതോ പുറത്തു നിന്നുള്ളവരാണോ എന്ന കാര്യം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ബനേഷ്, ശരി, കേന്ദ്ര സർക്കാരിൽ നിന്ന് വഖഫ് നിയമം അത് പശ്ചിമ ബംഗാളിൽ നടപ്പാക്കപ്പെടില്ല എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. വഖഫ് നിയമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. മുർഷിദാബാദിൽ പ്രതിഷേധത്തിനിടെ നടന്ന അക്രമത്തിൽ 3 പേർ മരിച്ചിരിക്കുന്നു, 100-ലധികം പേർ അറസ്റ്റിലായിരിക്കുന്നു. വഖഫ് നിയമത്തെ ആസ്പദമാക്കി കലാപം പൊട്ടിപ്പുറപ്പെട്ട മുർഷിദാബാദ് ജില്ലയിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി സമാധാനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ ആഹ്വാനം വകവയ്ക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വഖഫ് നിയമത്തെ തൃണമൂൽ കോൺഗ്രസോ സർക്കാരോ പിന്തുണയ്ക്കുന്നില്ല എന്ന് മമതാ ബാനർജി ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. മമതാ ബാനർജിയുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ നിയമത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, ഈ നിയമം ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല, പിന്നെ എന്തിനാണ് ഈ കലാപം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അവരുടെ ട്വീറ്റ് അതാണ്. എല്ലാവരും സംയമനം പാലിക്കണമെന്നും അക്രമത്തിൽ ഏർപ്പെടരുത് എന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിന് ദോഷം ചെയ്യുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മമതാ ബാനർജിയുടെ വാക്കുകൾ ഇങ്ങനെ കൂടിയാണ്: ദയവായി ശാന്തതയും സംയമനവും പാലിക്കുക എന്നതാണ് എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ പൗരന്മാരോടും എൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന. മതത്തിൻ്റെ പേരിൽ അനീതിപരമായ പെരുമാറ്റത്തിൽ ഏർപ്പെടരുത്. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത്. കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിന് ദോഷം ചെയ്യുകയാണ് എന്നാണ് മമതാ ബാനർജി
പറയുന്നത്. എന്തിനാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധമെന്നും നിയമം ഭേദഗതി ചെയ്തത് തൻ്റെ പാർട്ടിയല്ല എന്നും മുഖ്യമന്ത്രി പ്രതിഷേധക്കാരെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഈ നിയമം നിർമ്മിച്ചത് കേന്ദ്ര സർക്കാരാണ്. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് തേടേണ്ടത്. അതിന് പകരം നമ്മുടെ ഈ സംസ്ഥാനത്തെ കലാപകലുഷിതമാക്കി അക്രമം നടത്തി ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് മമതാ ബാനർജി പറയുന്നു. കുറ്റവാളികൾക്കെതിരെ തൻ്റെ സർക്കാർ കർശനമായ നടപടിയെടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് മമതാ ബാനർജി പറയുന്നു. അവരുടെ പ്രേരണയ്ക്ക് ജനങ്ങൾ വഴങ്ങരുത് എന്നാണ് മമത ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വഖഫ് നിയമത്തിനെതിരായ പ്രകടനങ്ങൾ അക്രമാസക്തമായപ്പോൾ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടിയിരുന്ന കാര്യം ഓർക്കുക. അതിൽ തന്നെ കുറഞ്ഞത് 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ രാജീവ് കുമാർ ഇന്ന് ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത വേണമെന്ന് സൂചിപ്പിച്ചിരുന്നു. പലതരത്തിലുള്ള കിംവദന്തികൾ ബംഗാളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിംവദന്തികളാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത്. പോലീസ് ഔട്ട് പോസ്റ്റുകൾ, റെയിൽവേ ഓഫീസുകൾ, കടകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സർക്കാർ വാഹനങ്ങളും കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെടുകയും തീയിടപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ബംഗാൾ വലിയ രീതിയിലുള്ള കലുഷിതമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഖഫ് ഭേദഗതി ബിൽ ബംഗാളിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്തോളം കാലം അവിടെ വഖഫ് ഭേദഗതി ബിൽ അനുവദിക്കുകയില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത്. മുർഷിദാബാദിൽ പ്രതിഷേധങ്ങളും കലാപങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 പേർ മരിച്ചിരിക്കുന്നു, 100-ലധികം പേർ അറസ്റ്റിലായിരിക്കുന്നു. അഫ്സാനെയാണ് വിവരങ്ങൾ നൽകിയത്.